ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നെയ്ച്ചോറ് മീൻസ് ഗീ റൈസ്. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗീ റൈസ്. അപ്പോൾ ആദ്യം അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് റൈസ്, ഇത് ബസ്മതി റൈസ് എടുത്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ഇപ്പം വേറെ എന്ത് കൈമ റൈസ് അങ്ങനെയൊക്കെ ഉണ്ട്, അതാണെങ്കിൽ അത് എടുത്ത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ബസ്മതി റൈസേ ഉള്ളൂ. അപ്പം ഞാനതെടുത്ത് കഴുകി 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം 2 കപ്പിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് 1 കപ്പാണെങ്കിൽ ഇതിൻ്റെ ഹാഫ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 2 കപ്പ് റൈസ് ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വറുത്ത് മാറ്റി വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട് വേണം, കുറച്ച് റേസിൻ. ഇത് ഞാനിപ്പം 2 കപ്പായതുകൊണ്ട് 20 കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്, 20 റേസിനും എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ 1 കപ്പാണെങ്കിൽ അതിൻ്റെ ഹാഫ് എടുക്കുക. അതുപോലെ തന്നെ ഓണിയൻ ഇങ്ങനെ തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിപ്പോൾ ഞാൻ ഒരു ഓണിയൻ എടുത്തിട്ടുണ്ട്, ഫുൾ ഓണിയൻ എടുത്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക. ഇതിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. നമുക്കിതൊന്ന് വറുത്ത് വെക്കണം. ഇപ്പം നെയ്ച്ചോറാണല്ലോ, ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ട സാധനം, മെയിനായിട്ടുള്ള സാധനം ഗീ. അപ്പോൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് നെയ്യിലിട്ട് വറുക്കുകയൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. അതല്ല കുറച്ച് നെയ്യ് യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, ഒത്തിരി നെയ്യൊന്നും വേണ്ടെങ്കിൽ കുറച്ച് നെയ്യിലൊക്കെ ഇട്ട് ഇതെല്ലാം ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യമുള്ള സ്പൈസസ് എന്ന് വെച്ചാൽ സിനമൺ സ്റ്റിക്ക് 2 പീസ്, 2 ബേ ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കോലം എന്താ പറയുന്നത്, സ്റ്റാരൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് 2 എണ്ണം. പിന്നെ ജാതിപത്രി 2 എണ്ണം, 2 സ്ട്രാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതാണെങ്കിൽ എത്ര ഗ്രാമ്പു, ഒരു 10 ഗ്രാമ്പു, അതുപോലെ 2 ഗ്രീൻ ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ലെമണിൻ്റെ ഹാഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ ഈ ലെമൺ ജ്യൂസ്, ഫ്രഷ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും, നല്ലൊരു ടേസ്റ്റ് വരും ഈ ഗീ റൈസ് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, നമ്മളിങ്ങനെ അരി ഒന്ന് വെന്ത് ഒന്ന് ബോയിൽ ചെയ്ത് വരുമ്പോൾ 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസ് ഒഴിക്കുന്ന ഓപ്ഷനിലായിട്ട് നിങ്ങൾക്ക് ആ ലെമൺ ജ്യൂസിൻ്റെയൊക്കെ ആ സ്മെല്ലും ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇത് ഗാർണിഷ് ചെയ്യാൻ, അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക കൊറിയാണ്ടർ ലീഫ് കൊണ്ട് ഗാർണിഷ് ചെയ്തൊക്കെ എടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക. പിന്നെ സാൾട്ട് വേണം. ഇത്രയും സാധനങ്ങളാണ് ഈ ഗീ റൈസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഇതൊക്കെ വറുത്തിട്ട് ആ നെയ്യിലോട്ട് തന്നെ ഇതും വറുത്ത് റൈസും വറുത്തിട്ട് കുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് വേറെ നമുക്ക് വറുത്തെടുക്കാം, റൈസ് വേറെ ആയിട്ടും ചെയ്യാം. ഞാനിപ്പം ഒരു പാൻ എടുത്തിട്ട് റൈസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നെയ്യിൽ ഇതൊന്ന് വറക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ ഗ്രീൻ ചില്ലി ഒന്ന് സ്ലിറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഇനിയിപ്പം കുറച്ച് നെയ്യ് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കും. 1 ടേബിൾ സ്പൂൺ 1 കപ്പ് റൈസ് എന്നും പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇത്ര 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 1 ടേബിൾ സ്പൂൺ ആയാലും മതി കേട്ടോ. അത് നെയ്യ് ഇപ്പം ഒത്തിരി വേണമെന്നൊന്നുമില്ല, പക്ഷേ നെയ്യ് ഒത്തിരി നന്നായിട്ടുണ്ടെങ്കിൽ നെയ്ച്ചോറിന് ടേസ്റ്റ് വരില്ല. ഓക്കെ, അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒഴിക്കുക. നമുക്ക് ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിങ്ങനെ ഇതിനകത്തോട്ട് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവാം. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് 1 മിനിറ്റായി. ഇനിയിപ്പോൾ നമുക്ക് റൈസിനകത്തോട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റൈസിന് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ ഇത് 3 മിനിറ്റ് എനിക്ക് ഫ്രൈ ചെയ്ത് നല്ല മണം വരുന്നുണ്ട്. ഈ മസാലയുടെ ആ പച്ചമുളകൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന മണം വരുന്നുട്ടോ. അപ്പോൾ നമുക്കിനിയിപ്പം വെള്ളം ആഡ് ചെയ്യണം. ഓക്കെ, വെള്ളം ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിത് ഓൾറെഡി ഇങ്ങനെ കഴുകി ഒന്ന് ഡ്രെയിൻ ചെയ്തതാണ്. പിന്നെ ഇപ്പം 3 മിനിറ്റ്സ് ഫ്രൈ ഒക്കെ ചെയ്ത്. അപ്പോൾ ഇനി വെള്ളം ഒഴിക്കുമ്പം ഒത്തിരി നമ്മൾ സാധാരണ ഇത് കുക്ക് ചെയ്യുന്ന പോലെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓൾറെഡി ചെറുതായിട്ട് ഇങ്ങനെ വെന്ത് വന്നിരിക്കുക. അതുകൊണ്ട് യൂഷ്വലി ഞാൻ 1 കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിക്കും. ഇപ്പം ഈ 2 കപ്പിന് ഞാനിപ്പം 3 കപ്പ് വാം വാട്ടർ ഒഴിച്ചാൽ നന്നായിരിക്കും കേട്ടോ. ചെറിയ ചൂടുവെള്ളം, പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്യാം, പച്ചവെള്ളം യൂസ് ചെയ്യാം. 3 കപ്പ് വാം വാട്ടർ ഒഴിക്കാൻ പോവാം. 3 കപ്പ് ഒഴിച്ച്
ഒഴിച്ചു. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന റൈസിൻ്റെ അനുസരിച്ചിട്ട് വേണം വെള്ളമൊക്കെ ഒഴിക്കാൻ. ഓക്കെ, ഒത്തിരി അങ്ങനെ വെന്ത് പോവല്ലേ റൈസ്. ഓക്കെ, റൈസ് ഇപ്പം വെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇത് അടച്ച് വെച്ചേക്കുക. ഇനിയിപ്പം തിളച്ച് വരുമ്പോൾ നമുക്ക് ലെമൺ ജ്യൂസും കുറച്ച് ഉപ്പൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. ലെമൺ ജ്യൂസ് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു മണമൊക്കെ ഫ്ലേവറൊക്കെ വരും. ഓക്കെ, അപ്പം ഇനി തിളക്കട്ടെ. ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ബോയിൽ ചെയ്തെടുക്കാം. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് സാൾട്ടും ഇട്ട് ലെമൺ ജ്യൂസില്ല, അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. ഓക്കെ, 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് ഫ്ലെയിം കുറച്ച് വെച്ചേക്കാം. ഓക്കെ, ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ലെമൺ ജ്യൂസും സാൾട്ടും ഇട്ട് കൊടുക്കാൻ. ഓക്കെ, ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓൾറെഡി ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് നമ്മളിനി അടച്ചു വെക്കണം എന്നില്ല, തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. അതല്ല, വേവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ചു വെച്ച് വേവിച്ചെടുത്തു. ഓക്കെ, അത് ഓരോരുത്തരും എടുക്കുന്ന റൈസ് പോലെ ഇരിക്കും. ഓക്കെ, ഞാനിതൊന്ന് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, ഇടയ്ക്ക് നോക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇട്ടേക്കുന്ന റൈസ് ഒത്തിരി വെന്ത് വരുന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ലിഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓഫ് ചെയ്ത് മാറ്റി വെക്കാൻ പോവാം. ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയിട്ടിരിക്കാൻ നന്നായിട്ട് വെന്തിട്ട് എന്നുവെച്ചാൽ വെന്ത് ഒത്തിരി അങ്ങ് പോകില്ല. ഓക്കെ, ഇങ്ങനെ ഇരുന്നാൽ മതി. ഓക്കെ, വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ 2-3-4-5 മിനിറ്റ് ഞാനിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചു. ഇത്രയും മതി. എന്നിട്ട് ഞാനിപ്പോൾ മാറ്റിയേക്കാം. ബാക്കിയൊക്കെ റെഡി ആയിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഒരു പാത്രമൊക്കെ വെച്ചിട്ട് നമുക്കതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇതിനകത്തോട്ട് ഇട്ടിടുക. ഇതൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ റൈസിനോട് ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ വറുത്ത് വരുന്നുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ആ മുന്തിരിങ്ങയില്ല റൈസിനോട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോവാം. രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് വറുത്ത് കഴിഞ്ഞ് നമുക്ക് എടുത്ത് റൈസിലോട്ട് മാറ്റാം. ഇതിപ്പം റൈസിന് നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവാം. സെയിം പാനിലോട്ട് തന്നെ ഞാൻ ഒന്നിനും ഇട്ട് വറുത്തെടുക്കാൻ പോവാം. ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഓക്കെ, അതിൻ്റെ കുറച്ച് നെയ്യ് നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഓണിയൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ മാറ്റാൻ പോവാം. ഓണിയൻ ഫ്രൈ ചെയ്ത് ഇങ്ങനെ വെച്ചു. ഇനിയിപ്പം കൊറിയാണ്ടർ ലീഫ് ഒന്ന് കട്ട് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ ഇതേ റൈസ് റെഡിയായി. പിന്നെ ഗാർണിഷ് ചെയ്യാനുള്ള ഓണിയൻ, കാഷ്യൂ നട്ടും റൈസിനും കൊറിയാണ്ടറും ഒക്കെ റെഡി ആയിട്ടിരിക്കുക. നമുക്കിനി പയ്യെ ഇതിനകത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാം. കുറച്ച് ഇതിനകത്തോട്ടിട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് ഓണിയൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓണിയൻ ഇട്ട് പിന്നെ നമ്മൾ കാഷ്യൂ നട്ടും റൈസിനും കുറച്ച് കൊറിയാണ്ടർ ലീഫുണ്ട്. ഇപ്പോൾ ഒരു ലെയറൂടെ ഞാൻ ഇട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും നമുക്ക് ഈ ഓണിയനൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓണിയനും കാഷ്യൂ നട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ കൊറിയാണ്ടർ ലീഫൊക്കെ ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഗീ റൈസ് നെയ്ച്ചോറ് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ പപ്പടവും സാലഡും ഒക്കെ തന്നെ ധാരാളമാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് എടുത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഒന്ന് ടേസ്റ്റ് ടെസ്റ്റിങ്. അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നല്ല അടിപൊളി നെയ്ച്ചോറാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുപോലെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കുക. എന്നൊന്നും കഴിക്കാൻ പറ്റിയ റെസിപ്പിയൊന്നും അല്ല ഇത്. ചെറുത്ത് നന്നായിട്ട് ഗീയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻജോയ്. അപ്പം ഇനി വേറെ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.